എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറ. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. ഒരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. ചുമ്മാ പറയുന്നേ പറയും. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. നിന്റെ അച്ഛൻ അപ്പുള്ളി ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. നീയൊരു മനുഷ്യനാണോടാ? നിന്നെയൊക്കെ എങ്ങനെയാ കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊരു മനുഷ്യനാണോടാ? അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടില്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ സാംസ്കാരിക തകർച്ചയല്ലേ? എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ആ കത്തിന്റെ പൂർണ്ണ രൂപം വായിക്കാൻ പറ്റില്ല, കാരണം അതിൽ നിറയെ അശ്ലീല പദങ്ങളാണ്. എന്നാലും ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂ മോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. തന്റെ ഓരോ തെറിയും എന്റെ ശവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. അത് ശരി, അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ? തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്താ ഇത്രയും പോരെ? താനേ എനിക്ക് മനസ്സിലായി. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാഞ്ഞത്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. അല്ല, ഇമാതിരി ആളുകളോട് നമ്മൾ വഴക്കൂടെ പോയിട്ട് കാര്യമില്ല. അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. സോ വി മസ്റ്റ് ബി കെയർഫുൾ. ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റ് പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ്. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയായ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അങ്ങോട്ടേ പോണത് അതെ നിന്റെ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണോ വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും വിവരമില്ലാത്തവരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ചു അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. ഇതൊക്കെയാണ് നീനാക്കുറുപ്പിന്റെ കത്തിലുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ മുഴുവനും വായിക്കുന്നില്ല. രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ ആണോ? എങ്കിൽ ഇറങ്ങി പോടോ ചെറ്റ. സഹപ്രവർത്തകയായ ഒരു സ്ത്രീയോടാണ് ഇത്തരം ചേഷ്ടകൾ കാണിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതെന്ന് ഓർക്കുക. ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. എന്നിട്ടും ഈ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് പൊതുരംഗത്ത് വരാൻ ചില സ്ത്രീകൾക്കൊന്നും നാണവും മാനവുമില്ലേ? അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. മോളെ നീ വിചാരിക്കുന്ന ഒരു തെണ്ടി അല്ലവൻ, ரொம்ப നല്ലവൻ, ഊള നല്ല ക്യാരക്ടർ. നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറുമെന്നോർക്കുക.
നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി ഈ ദാഹത്തിന് ഇവൻ കുറേ വെള്ളം കുടിക്കും ബാക്കിയുള്ള എമ്പളും കൂടി കുടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു